ഒരേ ബെഞ്ചിലിരുന്ന് ഒരുമിച്ച് പഠിച്ചു. വ്യത്യസ്ത രാഷ്ട്രീയ ആശയങ്ങളിൽ ഊന്നിയെങ്കിലും മൂവരും ഒറ്റ മിത്രങ്ങളായി. ബാല്യത്തിൽ വിദ്യാഭ്യാസം പൂർത്തിയാക്കി വഴിപിരിഞ്ഞവർ പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ഒരു സ്ഥാപനത്തിന് കീഴിൽ തന്നെ ജോലിക്കാരായി. 35 വർഷത്തെ സർക്കാർ പ്രസ്സിലെ ജോലിക്ക് ശേഷം മൂവരും അടുത്ത ദിവസം ഒരുമിച്ച് തന്നെ പടിയിറങ്ങുകയാണ്. ഷൊർണൂർ ഗവൺമെന്റ് പ്രസിൽ ജനറൽ ഫോർമാനായ ഷൊർണൂർ കല്ലിപ്പാടം തുളസി നിലയത്തിൽ തുളസീധരനും അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റായ ഒറ്റപ്പാലം തൃക്കങ്ങോട് ലക്ഷ്മി നിവാസിൽ പി വിജയകുമാറും നിലവിൽ മണ്ണന്തല പ്രസിൽ ബൈഡർ സീനിയർ ഫോർമാനുമായ ഷൊർണൂർ കുളപ്പുള്ളി സ്വദേശിയായ ഇ.എൻ. ബിനോയുമാണ് ഈ സൗഹൃദ കഥയിലെ നായകന്മാർ. ഞാനും ഇ.എൻ. ബിനോയ് ഷൊർണൂരിലെ ആര്യഞ്ചർ സ്കൂളിലെ 1ാം ക്ലാസ് തുടങ്ങിയാണ്. SLC പൂർത്തിയായിരിച്ചു. പിന്നീട് സർവീസിൽ കയറി. ഞാൻ 16/3/90 ഇവിടെ സർവീസിൽ കയറി. തിരുവനന്തപുരം ഗവൺമെന്റ് സർവീസിൽ കയറി. 31/3/20 ഇവിടെ പെൻഷനാണ്. തുളസിയെ സംബന്ധിച്ച് ആര്യഞ്ചർ KVR സ്കൂളിൽ നിന്ന് തുടങ്ങിയ കാലഘട്ടത്തിൽ തുടങ്ങിയ വിദ്യാഭ്യാസം തുടർന്ന് PDയിലേക്ക് തുളസി NSS കോളേജ് നാഷണൽ കോളേജിലേക്ക് മാറി. പ്രാഥമിക വിദ്യാഭ്യാസം കൂടി സർവീസിൽ ഇവിടെ ഷൊർണൂർ പ്രസിൽ തുളസി പ്രവേശിച്ചു. ഇവിടുത്തെ ജനറൽ ഫോം തസ്തികയിൽ നിന്നാണ് വിരമിക്കുന്നത്. ഏറ്റവും ടെക്നിക്കൽ വിഭാഗത്തിന്റെ ഏറ്റവും വലിയ ഹെഡായ ആണ് തുളസീധരൻ. ബിനോയ് ആണെങ്കിൽ തിരുവനന്തപുരം ഗവൺമെന്റ് പ്രസിലെ മണ്ണന്തലയിലെ ബൈൻഡിംഗ് സെക്ഷൻ സീനിയർ ഫോർമാനായി വിരമിക്കുകയാണ്. 1984-ൽ ഷൊർണൂർ KVR സ്കൂളിലാണ് മൂന്നുപേരും കണ്ടുമുട്ടുന്നത്. പിന്നീട് ഒരു ക്ലാസ്സിൽ ഒരു ബെഞ്ചിലായിരുന്നു പഠനം. ക്ലാസ് ലീഡറിനു വേണ്ടിയുള്ള മത്സരം വന്നപ്പോൾ വിജയൻ SFIയിലും തുളസീധരൻ KSUവിലും മത്സരിച്ചു. തുളസീധരനെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ വിജയകുമാർ പരാജയപ്പെടുത്തിയെങ്കിലും ജീവിതത്തിലെ സൗഹൃദ ബന്ധത്തിൽ ചേർത്തുപിടിച്ചു. പിന്നീട് തുളസീധരനും ബിനോയും ഒറ്റപ്പാലം NSS കോളേജിലേക്കും വിജയകുമാർ ഷൊർണൂർ SN കോളേജിലേക്കുമായി വഴിപിരിഞ്ഞു. ഞാനും ബിനോയും NSS കോളേജിൽ പഠിക്കുകയും വിജയൻ SN കോളേജിൽ പഠിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ 89 കാലഘട്ടത്തിൽ ഞാൻ ജോലിക്ക് കയറുമ്പോൾ വിജയൻ 90-ലും കയറി. വിജയൻ LD കളക്ടറായിട്ടാണ് ജോലിക്ക് കയറിയെങ്കിലും ഞാൻ കമ്പോസിറ്റർ, അന്നത്തെ ലെറ്റർ ബോക്സിലെ കമ്പോസിറ്ററായിട്ടാണ് ജോലിക്ക് കയറിയത്. ബിനോയ് കുറച്ചും കൂടെ കഴിഞ്ഞിട്ടാണ് സർക്കാർ സർവീസിൽ ബൈൻഡറായിട്ട് എറണാകുളം ക്യാമ്പസിൽ ജോലിക്ക് കയറിയത്. എന്നിരുന്നാലും ഞങ്ങൾ മൂന്നാളും ഒറ്റക്കെട്ടായിട്ടാണ് പല കാര്യങ്ങളും തീരുമാനങ്ങളൊക്കെ എടുത്തിരുന്നെങ്കിലും ഇപ്പോഴും ആ കൂട്ടുകെട്ട് വിട്ടുപിരിയാണ്ട് കാത്തുസൂക്ഷിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. 1989 നവംബർ 1-ന് LD ക്ലർക്കിലൂടെ വിജയകുമാറും 1990-ൽ കമ്പോസ്റ്റർ ഗെയിൻ സെക്കൻഡ് തസ്തികയിലൂടെ തുളസീധരനും 1999-ൽ ബൈൻഡർ ഗ്രേഡ് 2 തസ്തികയിലൂടെ ബിനോയും സർക്കാർ സർവീസിൽ കയറി. തിരുവനന്തപുരം, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോട്ടയം ജില്ലകളിലെ സർക്കാർ പ്രസിൽ ജോലി ചെയ്ത ശേഷം 2024 മുതൽ അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റായി ഷൊർണൂർ കുളപ്പുള്ളി പ്രസിലെത്തി. ഞാനും വിജയനും 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ ശരിക്കും പറഞ്ഞ ഒരു ബെഞ്ചിലിരുന്ന് ഞങ്ങൾ പഠിച്ചിരുന്നത്. ഭയങ്കര ഫ്രണ്ട്സ് ആയിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് കളിക്കും ഒക്കെ ചെയ്ത് ഒരുമിച്ച്. അതുപോലെ തുളസി എൻ്റെ തൊട്ട് അയൽവക്കത്ത് വന്നു. അങ്ങനെ ഞങ്ങൾ 8ാം ക്ലാസ് മുതൽ ഞാനും തുളസി ഒരുമിച്ച് സ്കൂളിൽ പോലും ആനപ്പാറ വഴി സ്കൂളിൽ ചുറ്റി KVR നടന്നു വരലും ഒക്കെ ആയിട്ട് നല്ല സൗഹൃദമായിരുന്നു ഞങ്ങളെല്ലാവരും. അതിനുശേഷം 10ാം ക്ലാസ് കഴിഞ്ഞ് ഞാനും തുളസി NSS പോയി. വിജയൻ SN കോളേജിലും പഠിപ്പ് തുടങ്ങി. അങ്ങനെ ഇവർ രണ്ടുപേരും നേരത്തെ ജോലിക്ക് കയറി. ഞാൻ കുറച്ച് വൈകി. ഞാൻ 99-ലെ ജോലിക്ക് കയറിയത്. എനിക്ക് 26 വർഷത്തെ സർവീസും അവർക്ക് 30 വർഷം സർവീസ്, 10 കൂടുതൽ വർഷം സർവീസ് ഉണ്ട്. 30 സർവീസ് ഉണ്ട്. പ്രിന്റിംഗിൽ മോഡേൺ മിഷനറി സംവിധാനങ്ങൾ പ്രസ്സിൽ എത്തിക്കുന്നതിന് വിജയകുമാർ വലിയ പരിശ്രമങ്ങൾ നടത്തി. ഇന്ന് 3 മണിക്കൂറിൽ 1 ലക്ഷം പ്രിന്റിംഗ് ചെയ്യാൻ കഴിയുന്ന സംവിധാനങ്ങൾ ഷൊർണൂർ സർക്കാർ പ്രസ്സിലുണ്ട്. തുളസീധരൻ ആദ്യഘട്ടത്തിൽ വയനാട് പ്രസ്സിലാണ് ജോലി ചെയ്തതെങ്കിലും പിന്നീട് 33 വർഷമായി ഷൊർണൂർ സർക്കാർ പ്രസ്സിലുണ്ട്. 2019 മുതൽ ജനറൽ ഫോർമാനുമായി. ബിനോയ് എറണാകുളം, ഷൊർണൂർ, തിരുവനന്തപുരം, കോഴിക്കോട് തുടങ്ങിയ ജില്ലകളിൽ ജോലി ചെയ്തു. ഷൊർണൂരിൽ 15 വർഷം സേവനം നൽകി. സർക്കാർ പ്രസ്സിന്റെ വളർച്ചയ്ക്ക് കൂടുതൽ നേട്ടങ്ങൾ സമ്മാനിച്ച മൂവരും മെയ് 31-ന് ഒരുമിച്ചാണ് പടിയിറങ്ങുന്നതും. UTV ന്യൂസ്, പാലക്കാട്.